ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നേരത്തേക്ക് കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ പുട്ട് പഞ്ചസാര ഇട്ട് കഴിക്കില്ലേ, അതിന് പകരമായിട്ട് പുട്ടിൻ്റെ കൂടെ ഇത് ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റും. ഇത് നല്ല മധുരമുള്ള കറിയാണ്. അപ്പം ഇത് ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് 4 മണിക്കൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് തേങ്ങ ചിരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പം ഈ തേങ്ങയ്ക്കകത്തോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ തിരികെ എടുക്കാം. ആദ്യത്തെ തേങ്ങാപ്പാൽ നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് 2ാം തേങ്ങാപ്പാലിലാണ് നമ്മൾ ഏത്തയ്ക്ക വേവിച്ചെടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1ാം പാലാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 2ാം പാലാണ്. നമുക്ക് ഇതിനകത്ത് വേണം ഏത്തയ്ക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ പഴുത്ത 3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ 3 ഏത്തയ്ക്ക നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഏത്തയ്ക്ക നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാൻ. ആദ്യം ഞാനിത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ തുറന്നിട്ടുണ്ട്. ഏത്തയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണിത്. കുറച്ച് അത് നല്ലതുപോലെ ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണിത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 6 ടേബിൾ സ്പൂൺ. നമ്മുടെ മധുരം എത്രയാണോ, നമുക്ക് എത്രയാണ് മധുരം ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ടിട്ട് നമ്മളൊന്ന് നോക്കുക. ഒരു 5-6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മധുരം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നല്ലതൊരു ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1ാം പാലില്ലേ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഇട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കായിലോട്ടിട്ട് തിളപ്പിച്ചെടുക്കണം, വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മളിവിടെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഏത്തക്കയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ അരിപ്പൊടിയും 1ാം പാലും കൂടെയുള്ള മിക്സ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വീഡിയോ കട്ടായിപ്പോൾ എനിക്ക് കിട്ടിയില്ല. നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ ഒഴിക്കുമ്പോൾ ഒന്ന് കട്ടിയാവും നമ്മുടെ ഈ ബാറ്റർ. അപ്പോൾ നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയും കട്ടി വേണ്ടവർ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ലൂസായിട്ട് വേണ്ടവർ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും ആ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി, നമ്മൾ ആ ഇട്ട അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒന്ന് വേവണമല്ലോ. അപ്പോൾ ആ ഒരു വേവുന്ന ടൈം കൊണ്ട് ഒന്ന് നല്ലതുപോലെ കുറുകിപ്പോവും. അപ്പോൾ ആ ഒത്തിരി കുറുങ്ങൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുറുക്കുന്ന സമയത്ത് ഇതങ്ങ് വറ്റിക്കോളും. ഇതിപ്പം നല്ലതുപോലെ വെന്ത് ആ പച്ചച്ചുവയൊക്കെ മാറി, അരിപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറി നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തക്കക്കളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 4 മണിയൊക്കെ ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും, അതുപോലെ തന്നെ രാവിലെ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണിത്. കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളും. കാരണം ഇത് മധുരമുള്ള ഐറ്റം ആണല്ലോ. അപ്പം വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ, ടേക്ക് കെയർ.